കൊല്ലം ജില്ലയിൽ ബി.ജെ.പിയിൽ തമ്മിലടി രൂക്ഷം. കൊല്ലം ചിത്തറയിൽ ബി.ജെ.പി പ്രവർത്തകർ ജില്ലാ നേതൃത്വത്തെ വെല്ലുവിളിച്ച പ്രതിഷേധ യോഗം ചേർന്നു. നിലവിലെ ജില്ലാ നേതൃത്വത്തിന് പണമാണ് ലക്ഷ്യം. വാർഡ് മെമ്പർ സ്ഥാനങ്ങൾ പണം വാങ്ങി വിറ്റെന്നും ആരോപണമുയരുകയാണ്. ബി.ജെ.പിയെയും സംഘപരിവാറിനെയും വളർത്തിയെടുക്കാൻ അശാന്ത പരിശ്രമം നടത്തിയവരെ ബി.ജെ.പി ജില്ലാ നേതൃത്വം കറിവേപ്പല ആക്കിയതിന് എതിരെയായിരുന്നു ചിതറ പഞ്ചായത്ത് മുൻ വാർഡ് മെമ്പർ മനോജ്, നിലവിലെ പഞ്ചായത്ത് മെമ്പർ സണ്ണി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സൂചകമായി യോഗം ചേർന്നത്. ബി.ജെ.പി ജില്ലാ നേതൃത്വത്തിന് ഏതുവിധേനയും സാമ്പത്തികം ഉണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം. ജില്ലയ്ക്ക് നീക്കിവെച്ച കയർ ബോർഡ് മെമ്പർ സ്ഥാനം കോൺഗ്രസ് നേതാവിൽ നിന്ന് പണവും കാറും വാങ്ങി വിറ്റു. സ്പൈസസ് ബോർഡ് മെമ്പർ സ്ഥാനവും ലക്ഷങ്ങൾ വാങ്ങി ചവറ സ്വദേശിക്ക് വിറ്റെന്നും ബി.ജെ.പി ജില്ലാ നേതൃത്വത്തിനെതിരായ പ്രതിഷേധ യോഗത്തിൽ ബി.ജെ.പി നേതാവ് മനോജ് വെളിപ്പെടുത്തി. ഇന്നേവരെ പാർട്ടി പ്രവർത്തകർക്ക് അറിയാത്ത പാർട്ടിയെ ദ്രോഹിച്ചവർക്ക് പണം വാങ്ങി ബോർഡ് മെമ്പർ സ്ഥാനങ്ങൾ വിറ്റെന്നും ചിതറയിലെ ബി.ജെ.പി നേതാവായ മനോജ് ആരോപിച്ചു. 2 ബോർഡ് മെമ്പർ സ്ഥാനം നമ്മുടെ കൊല്ലം ജില്ലയ്ക്ക് വന്നു. നിങ്ങളാരെങ്കിലും അറിഞ്ഞാണോ എന്നറിയത്തില്ല. ഒന്ന് കയർ ബോർഡിൽ, ഒന്ന് സ്പൈസസ് ബോർഡിൽ. കയർ ബോർഡിൽ വന്നൊരു കോൺഗ്രസിന്റെ നേതാവ് ഒരു പെണ്ണിന്റെ 20 ലക്ഷം രൂപ ഒരു ഭാരതി കാർ, ഒരു ഇന്നോവ കാറും മേടിച്ചിട്ട് കൊടുത്തതായിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. അതിനുശേഷം ഇപ്പൊ സ്പൈസസ് ബോർഡിലേക്ക് ഒരു ബോർഡ് കൊണ്ടുപോകുന്നു. ആരും അറിഞ്ഞുകൂടാത്ത, നമ്മുടെ പാർട്ടിയായിട്ടോ ബി.ജെ.പി ആയിട്ടോ അല്ലെങ്കിൽ സംഘമായിട്ടോ ഒരു ബന്ധവും ഇല്ലാത്ത ഒരുത്തിന്, ചവറയുള്ള ഒരുത്തിന് ലക്ഷങ്ങൾ മേടിച്ചിട്ട് കൊടുത്തു. ഈ പാർട്ടിക്ക് വേണ്ടി ദ്രോഹം ചെയ്തിട്ടുള്ള ആളുകളെയാണ് അവർ കൊടുത്തത്. ഈ യോഗത്തിൽ പങ്കെടുത്തവരെ വിരുദ്ധ ചേരിയായി ചിലർ കണ്ടേക്കാം. എന്നാൽ തങ്ങളാണ് യഥാർത്ഥ ബി.ജെ.പി പാർട്ടിയെന്ന് യോഗത്തിൽ കൂടിയവർ പറഞ്ഞു. ജില്ലാ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഗോപിനാഥൻ മാറി ബി ഗോപകുമാർ ചുമതലയേറ്റതു മുതൽ പ്രശ്നങ്ങൾ തുടങ്ങി. ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ 2 മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചു. അതോടെ ഈ പാർട്ടിക്ക് വേണ്ടി ചോരയും നീരുമൊഴുക്കിയ പാർട്ടി പ്രവർത്തകരെ ജില്ലാ പ്രസിഡന്റ് ബി ഗോപകുമാറിന് വേണ്ടാതായെന്നും ബി ഗോപകുമാർ വിരുദ്ധർ കുറ്റപ്പെടുത്തി. ബി.ജെ.പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ അല്ലെങ്കിൽ സംഘം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെയൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടി അശ്രാന്തമായി പരിശ്രമിച്ച കുറെ പേരാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ വിളിച്ച വിരുദ്ധ ചേരിയായിട്ട് കാണുന്നവർ ചിലപ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തിനകത്ത് തന്നെ കാണും. എന്നാലും എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതാണ് ഇപ്പോൾ യഥാർത്ഥ പാർട്ടി. ചിതറയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടക്കുന്നില്ലെന്നും വിമർശനമുയർന്നു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.